നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. സമ്പൂർണ്ണമായി മാലിന്യമുക്തമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രഖ്യാപനം ഇന്ന് സംസ്ഥാനമെങ്ങും നടക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററികാര്യ വകുപ്പ് മന്ത്രി MB രാജേഷ് അറിയിച്ചു. സർക്കാർ നിശ്ചയിച്ച 13 മാനദണ്ഡങ്ങളിൽ ഓരോന്നിലും 80% പുരോഗതി കൈവരിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയാണ് മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നത്. വഖഫ് നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ MPമാർ ഭേദഗതിയെ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്ന ആവശ്യവുമായി കർദിനാൾ ക്ലീമീസ് കത്തോലിക്ക ബാവ ഭരണഘടന അനുസൃതമല്ലാത്തതും അന്യായവുമായതുമായ വകുപ്പുകൾ ഭേദഗതി ചെയ്യണമെന്ന് KCBC പ്രസിഡന്റ് കൂടിയായ കർദിനാൾ ആവശ്യപ്പെട്ടു. കേരളത്തിലെ MPമാർക്ക് മുന്നിലാണ് അദ്ദേഹം ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ ഭാഗമായി മാർച്ച് 28 സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 2128 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 117 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 128 പേരാണ് അറസ്റ്റിലായത്. കോൺഗ്രസ് നേതാവും വയനാട് MPയുമായ പ്രിയങ്ക ഗാന്ധി പാണക്കാട് വീട്ടിലെത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ഷിഹാബ് തങ്ങളുടെ വീട്ടിലെ ഇഫ്താറിൽ പങ്കെടുക്കാനായാണ് അവർ എത്തിയത്. സംസ്ഥാനത്ത് കോൺഗ്രസ് നേതൃത്വത്തിലെ തർക്കത്തിലും മുന്നണിയിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് മതിയായ പരിഗണന ലഭിക്കുന്നില്ലെന്നുമുള്ള ലീഗ് നേതൃത്വത്തിൻ്റെ പരിഭവത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് പ്രിയങ്ക ഗാന്ധി ഇവിടെ എത്തിയത്. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി 50 വീടുകൾ നൽകും. മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. വീട് നിർമ്മാണം കൊണ്ട് മാത്രം പുനരധിവാസം അവസാനിക്കില്ലെന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന വിധത്തിൽ പദ്ധതി പൂർത്തീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മേപ്പാടിയിൽ പുനരധിവാസ പദ്ധതിയുടെ പ്രതീകാത്മക തറക്കല്ലിടൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രസംഗം. മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ എമ്പുരാന് നിർമ്മാതാക്കളുടെ കട്ട്. 17 രംഗങ്ങൾ ഒഴിവാക്കിയും ചില പരാമർശങ്ങൾ മ്യൂട്ട് ചെയ്തും സെൻസർ ചെയ്ത ചിത്രം ബുധനാഴ്ചയോടെ തിയേറ്ററുകളിലെത്തും. ചിത്രത്തിലെ പ്രധാന വില്ലന്റെ പേരിലും മാറ്റം വരുത്തും. വ്യാപക പ്രതിഷേധത്തെ തുടർന്ന് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ തന്നെയാണ് മാറ്റം ആവശ്യപ്പെട്ടത്. കേരളത്തെ അപകീർത്തിപ്പെടുത്തും വിധം അവതരിപ്പിക്കപ്പെട്ട ദ കേരള സ്റ്റോറിക്ക് ഇല്ലാത്ത സെൻസർ ബോർഡ് കട്ട് എമ്പുരാന് എന്തിനെന്ന് മന്ത്രി V ശിവൻകുട്ടി. ഗുജറാത്ത് കലാപവും ഗോദ്ര സംഭവവും ഒക്കെ ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഏത് തുണി കൊണ്ട് മറച്ചാലും അത് കത്രിക കൊണ്ട് മുറിച്ചാലും തലമുറകൾ കാണുകയും അറിയുകയും ചെയ്യും എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭയപ്പെടുത്തിയും ആക്രമിച്ചും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് തടയിടാൻ സംഘപരിവാർ ശക്തികൾ ശ്രമിക്കരുതെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു. സംഘപരിവാർ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി എമ്പുരാൻ സിനിമ വീണ്ടും സെൻസർ ചെയ്യപ്പെടുന്നതിനെതിരെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഈദ് ദിനം നിർബന്ധിത പ്രവൃത്തി ദിനമാക്കിയ വിവാദ ഉത്തരവ് പിൻവലിച്ച് കസ്റ്റംസ് കേരള ചീഫ് കമ്മീഷണർ. 29, 30, 31 പ്രവൃത്തി ദിനമായിരിക്കുമെന്നും ആർക്കും അവധി നൽകരുതെന്നുമായിരുന്നു നിർദ്ദേശം. ഇതിനെതിരെ വിമർശനമുയർന്നതോടെയാണ് ഉത്തരവ് പിൻവലിച്ച് മറ്റ് റീജിയനുകളിലേതുപോലെ കേരളത്തിലും ലീവ് എടുക്കാമെന്നാണ് പുതിയ നിർദ്ദേശം. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിലെ ആത്മഹത്യാ പ്രേരണ കേസിൽ കുറ്റപത്രം നൽകും. PP ദിവ്യയാണ് കേസിലെ ഏക പ്രതി. ദിവ്യയുടെ പ്രസംഗമാണ് ADMന് ജീവനൊടുക്കാൻ പ്രേരണയായത് എന്ന് കുറ്റപത്രം വിശദമാക്കുന്നത്. നവീൻ ബാബുവിനെ അപമാനിക്കാൻ PP ദിവ്യ ആസൂത്രണം നടത്തിയെന്ന് യാത്രയപ്പ് യോഗത്തിലേക്ക് ക്ഷണമില്ലാതെ പോയത് ADMനെ അപമാനിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നുവെന്നും കുറ്റപത്രം വിശദമാക്കുന്നു. പരീക്ഷയ്ക്ക് ചോദ്യപേപ്പറിന് പകരം ഉത്തരസൂചിക നൽകി PSC. ഇന്നലെ നടന്ന സർവേ വകുപ്പിലെ വകുപ്പ് തല പരീക്ഷയിലാണ് ഗുരുതര പിഴവ് സംഭവിച്ചത്. സർവേയർമാർക്ക് സൂപ്രണ്ട് തസ്തികയിലേക്കുള്ള പ്രമോഷൻ പരീക്ഷയിലാണ് സംഭവം. അബദ്ധം മനസ്സിലായതോടെ ഉത്തരസൂചിക തിരികെ വാങ്ങി പരീക്ഷ റദ്ദു ചെയ്യുകയായിരുന്നു. കേരള സർവകലാശാലയിലെ MBA പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ കാണാതായ സംഭവത്തിൽ നടന്നത് ഗുരുതര വീഴ്ച. ബൈക്കിൽ പോകുമ്പോൾ ഉത്തരക്കടലാസുകൾ നഷ്ടമായെന്നാണ് അധ്യാപകൻ്റെ വിശദീകരണം. പാലക്കാട് നിന്നുള്ള യാത്രക്കിടെ ഉത്തരക്കടലാസുകൾ നഷ്ടമായെന്നും മൂല്യനിർണ്ണയം നടത്തിയ അധ്യാപകൻ സർവകലാശാല അധികൃതരെ അറിയിച്ചു. അധ്യാപകനെതിരെ നടപടിയെടുക്കാനാണ് സർവകലാശാലയുടെ തീരുമാനം.
കേരള യൂണിവേഴ്സിറ്റിയിലെ MBA വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ മൂല്യനിർണ്ണയത്തിനായി കൊണ്ടുപോയ അധ്യാപകൻ നഷ്ടപ്പെടുത്തിയ സംഭവത്തിൽ പരീക്ഷാ വിഭാഗത്തിൻ്റെ അടിയന്തര യോഗം വിളിച്ച് കേരള സർവകലാശാല വൈസ് ചാൻസലർ 1-ാം തീയതി അടിയന്തര യോഗം ചേരും. സംഭവത്തിൽ കർശന നടപടിയുണ്ടാകുമെന്നും VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ അറിയിച്ചു. ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ട വിഷയത്തിൽ പരീക്ഷാ കൺട്രോളറോട് മുഴുവൻ വിവരങ്ങളും അറിയിക്കാൻ നിർദ്ദേശം നൽകി. ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യവുമായി UDF BJP നേതൃത്വത്തിലുള്ള പല പഞ്ചായത്തുകളും അധിക വേതനം പ്രഖ്യാപിച്ചെങ്കിലും ഈ പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കുന്നതിന് തടസ്സങ്ങളേറെ. പദ്ധതി നിർവഹണ മാർഗരേഖയ്ക്ക് പുറത്തുള്ള ഏത് തീരുമാനവും സർക്കാർ അനുമതിയോടെ മാത്രമേ നടപ്പിലാക്കാവൂ എന്നതാണ് പ്രധാന പരിമിതി. ആശമാരുടെ നിയമ അധികാരി ആരോഗ്യ വകുപ്പാണെന്നും വ്യത്യസ്ത വേതനമെന്നത് ഏകീകൃത വേതന വ്യവസ്ഥയ്ക്കെതിരാണെന്നും പ്രതിസന്ധിയാണ്. ആശമാരുടെ പ്രശ്നപരിഹാരത്തിന് കൺസോർഷ്യം രൂപീകരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ആദ്യഘട്ടത്തിൽ 1 കോടി രൂപ താൻ സംഭാവന നൽകുമെന്നും ബാക്കി സമൂഹത്തിൽ നിന്നും സ്വരൂപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് എത്തിയാലുടൻ ആശമാരുടെ സമരപന്തലിലെത്തി അവരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും മുടിമുറി സമരത്തെപ്പറ്റിയുൾപ്പെടെ ചർച്ച ചെയ്യുമെന്നും സുരേഷ് ഗോപി MP മാധ്യമങ്ങളോട് പറഞ്ഞു. ലഹരി കേസ് പ്രതിയുടെ സ്വത്ത് പോലീസ് കണ്ടുകെട്ടി. മലപ്പുറം സ്വദേശി കണ്ണനാരിപ്പറമ്പിൽ സിറാജിന്റെ സ്വത്താണ് കണ്ടുകെട്ടിയത്. ലഹരി വിറ്റ് നേടിയ സ്വത്ത് കണ്ടുകെട്ടുകയും ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുകയും ചെയ്തു. കോഴിക്കോട് ടൗൺ പോലീസ് ആണ് നടപടിയെടുത്തത്. പൂരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹമന്ത്രിയും MPയുമായ നടൻ സുരേഷ് ഗോപിക്കെതിരെ കോൺഗ്രസ്. തൃശൂർ പൂരം വെടിക്കെട്ടിന് എങ്ങനെ അനുമതി ലഭിക്കുമെന്ന് MP വ്യക്തമാക്കണമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ആവശ്യപ്പെട്ടു. വെടിക്കെട്ട് ഗംഭീരമായി ജനങ്ങൾ നടത്തുമെന്ന് ഒഴിയാനല്ല സുരേഷ് ഗോപി ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കുറ്റപത്രത്തിൽ തൃപ്തിയില്ലെന്ന് കുടുംബം. നവീൻ ബാബുവിൻ്റെ സഹോദരനും നവീൻ ബാബുവിൻ്റെ ഭാര്യയും വീട്ടിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് പ്രതികരണം അറിയിച്ചത്. നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ പങ്കെടുത്തവരെക്കുറിച്ച് അന്വേഷിക്കുന്നില്ലെന്ന് കുടുംബം ആരോപിച്ചു. തിരുവനന്തപുരത്തെ സമരത്തിൽ പങ്കെടുത്ത ആശാ വർക്കർമാർക്ക് തടഞ്ഞുവെച്ച ഓണറ്റേറിയം കിട്ടിത്തുടങ്ങി. ആലപ്പുഴയിലെ ആശാമാർക്കാണ് 7,000 രൂപ ലഭിച്ചത്. വിവിധ PSCകളിലെ വർക്കർമാർക്ക് ഓണറ്റേറിയം അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ലഭിച്ചു. സമരത്തിൽ പങ്കെടുത്തവരുടെ ഓണറ്റേറിയം തടഞ്ഞുവെച്ചത് റിപ്പോർട്ട് ചെയ്തിരുന്നു. സംസ്ഥാനത്തെ വേനൽ ചൂട് ഉയരുന്ന സാഹചര്യത്തിൽ ഉഷ്ണതരംഗ സാധ്യത മുന്നിൽ കണ്ട് ജാഗ്രത തുടരണമെന്നും വകുപ്പുകൾ ഏകോപിതമായ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഉഷ്ണതരംഗ സാധ്യത തുടരുന്ന സാഹചര്യത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണം, ആരോഗ്യ ജാഗ്രത, പകർച്ചവ്യാധി പ്രതിരോധ നടപടികൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഏപ്രിൽ 6 ആഘോഷിക്കുന്ന രാമനവമിക്ക് മുന്നോടിയായി ഇന്നു മുതൽ സംസ്ഥാനത്തെ ആരാധനാലയങ്ങളുടെ 500 മീറ്ററിലുള്ള മാംസവിൽപ്പന ഉത്തർപ്രദേശ് സർക്കാർ നിരോധിച്ചു. കൂടാതെ എല്ലാ അനധികൃത അറവുശാലകളും അടച്ചുപൂട്ടാൻ അധികൃതർ നിർദ്ദേശം നൽകി. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.